ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും മെഷർമെന്റ് കപ്പും ഒന്നുമില്ലാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇതുവരെ കേക്ക് ഉണ്ടാക്കാത്തവർക്ക് പോലും ഈ രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗോതമ്പ് പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നാലും ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 15 ഗ്രാമ്പും 3 കുഞ്ഞു പീസ് പട്ടയും കൂടി ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്താൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇങ്ങനെ തരിതരിപ്പോട് കൂടി ഇരുന്നാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മണം പോകാതിരിക്കാൻ വേണ്ടി ഒരു ടിന്നിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഗ്ലാസും സ്പൂണുമാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഗ്ലാസും സ്പൂണും എല്ലാ വീടുകളിലും കാണുന്നതാണ്. ഇനി ഈ മോഡൽ ഗ്ലാസ് അല്ലാതെ വേറെ ഏതെങ്കിലും മോഡൽ ഗ്ലാസ് ആണ് നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ ആ അളവിന് തന്നെ ഇതിനു വേണ്ട ചേരുവകൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്ത ഗ്ലാസ്സിന് ഇതുപോലൊരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര എടുക്കുമ്പോൾ ഗ്ലാസ് നിറഞ്ഞു കവിഞ്ഞു പോകാതെ ഗ്ലാസിൻ്റെ മുകളറ്റം ഒന്ന് വടിച്ച് വേണം എടുക്കാൻ. ഇനി നമ്മളെടുത്ത പഞ്ചസാരയുടെ പകുതി പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് കൊടുത്ത് നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാര മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഹാഫ് പഞ്ചസാര ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് സ്റ്റവ് ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരിക്കലും തീ കൂട്ടി വെച്ച് കൊടുക്കല്ലേ, എന്നാൽ പഞ്ചസാര നന്നായി കരിഞ്ഞ് കയ്പ് രസം വരും. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നിറം മാറുമ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കണം. അതുവരെ ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പഞ്ചസാര ഇതുപോലെ നന്നായി അലിഞ്ഞു വരുമ്പോൾ നമ്മൾ പഞ്ചസാര നേരത്തെ അളന്നെടുത്ത ആ ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണ് എടുക്കാനുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. പഞ്ചസാര ആയതുകൊണ്ട് ചെറുതായി ഒന്ന് പൊട്ടിത്തെറിക്കുകയും പുക വരികയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഗ്യാസ് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. സ്പൂണിൽ പഞ്ചസാര കട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കുമ്പോൾ സ്പൂണിലിരിക്കുന്ന പഞ്ചസാര വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേരും. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഉണക്കമുന്തിരിയും ഡ്യൂട്ടി ഫ്രൂട്ടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. 3 സ്പൂൺ ഉണക്കമുന്തിരിയും 2 സ്പൂൺ ഡ്യൂട്ടി ഫ്രൂട്ടിയുമാണ് ഇട്ട് കൊടുത്തത്. നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തീ കൂട്ടി വെച്ച് ഇതുപോലെ തിള വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് പൊടിച്ചു വെച്ചിരുന്ന ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയും പൊടി ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഡ്യൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയും പഞ്ചസാര കാരമലൈസ് ചെയ്തതിൽ നന്നായി കുതിർന്ന് വരാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലൊരു പരുവമാകുമ്പോൾ ഗ്യാസ് സ്റ്റവ് ഓഫാക്കി നന്നായി തണുക്കാൻ വേണ്ടി ഇത് മാറ്റി വെച്ച് കൊടുക്കാം. ആ ടൈമിംഗ് കൊണ്ട് ഒരു ബൗളിൽ അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി അരിച്ചെടുക്കാം. ഇങ്ങനെ 3 തവണ അരിച്ചു കൊടുക്കണം. എന്നാലേ കേക്ക് നല്ല പഞ്ഞി പോലെ കിട്ടുകയുള്ളൂ. അങ്ങനെ മാവിൻ്റെ കൂട്ട് 3 തവണ അരിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഓവൻ സെറ്റപ്പ് ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഓണാക്കി ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രവും ആ സ്റ്റാൻഡും കൂടി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി കേക്ക് ടിന്നിന് പകരം ഇതുപോലത്തെ ഒരു സ്റ്റീൽ ചരുവമാണ് എടുക്കുന്നത്. ഇതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവും കൂടി ഇട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ബാലൻസ് വരുന്ന മാവ് വേറൊരു പാത്രത്തിലോട്ട് തട്ടി മാറ്റി
കൊടുക്കാം. ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറ് ഒരു തുള്ളി നനവ് പോലും ഇല്ലാതെ എടുക്കണം. ഇനി അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ നനവുണ്ടെങ്കിൽ മുട്ട നന്നായി ബീറ്റ് ചെയ്ത് കിട്ടില്ല. ഇനി മിക്സിയുടെ ജാറ് അടച്ചു കൊടുത്ത് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിച്ചെടുത്താലും മതി. അത് ചെറിയ ജാറായത് കൊണ്ടാണ് ഇതിലോട്ട് ആക്കി കൊടുത്തത്. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സിയുടെ ജാറ് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാവെടുത്ത ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഓയിലും കൂടി എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയും മിക്സിയുടെ ജാർ അടച്ചു കൊടുത്ത് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഈ അടിച്ചു കൊടുത്ത മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന പഞ്ചസാര കാരമലൈസ് ചെയ്തതും ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ നന്നായി തണുത്തതിന് ശേഷമേ മുട്ടയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്പാച്ചിലയും ഒന്നും എടുക്കാതെ കനം കുറഞ്ഞ ഒരു ചട്ടുകം കൊണ്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഗോതമ്പിന്റെ പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടി എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി കൊടുക്കരുത്. കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ലാസ്റ്റുള്ള മാവും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ക്യാഷ്നട്ടാണ്. ഏത് തരം നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ 3 സ്പൂൺ ക്യാഷ്നട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഓരോന്നിനെയും കൈകൊണ്ട് കുഞ്ഞു പീസുകളാക്കി ഇതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടികല്ലിൽ വെച്ച് ഒന്ന് കുത്തി പൊടിച്ച് എടുത്താലും മതി. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കരുത്. അത് പൊടിഞ്ഞു പോയാൽ കേക്കിന് ടേസ്റ്റ് കാണത്തില്ല. ഇനി ഈ ക്യാഷ്നട്ടിലോട്ട് 1/2 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്ററി ഈ രീതിയിലാണ് ഇരിക്കാനുള്ളത്. ഒരുപാടൊന്ന് ലൂസായി പോകല്ലേ, ഇങ്ങനെ ഒരു കട്ടി രീതിയിലാണ് ഇരിക്കാനുള്ളത്. നമ്മൾ നേരത്തെ ഓയിലും മാവും എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റീൽ ചരുവമുണ്ടല്ലോ, അതിലോട്ട് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പും കൂടി ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇനി കേക്ക് കാണുമ്പോൾ ഒന്ന് ഭംഗി തോന്നിക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടി കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രം അടച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്ത് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. ഈ സ്റ്റിക്കിൽ പറ്റി പിടിച്ചാൽ ബേക്ക് ആയിട്ടില്ല എങ്കിൽ ഒന്നും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇറക്കി മാറ്റി വെച്ച് കൊടുക്കാം. കേക്കിന്റെ ചൂട് ചെറുതായി ഒന്ന് പോയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലും വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് കേക്ക് ഇതിൽ നിന്ന് ഇളക്കി മാറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഇളക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തപ്പോൾ ഓരോ പീസും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. മാത്രവുമല്ല നല്ല ടേസ്റ്റി കേക്കുമാണ്. പഞ്ചസാര കാരമലൈസ് ചെയ്തതിലല്ലേ ഡ്രൈ ഫ്രൂട്ട്സും പട്ടയുടെ പൊടിയും ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് പ്രത്യേകം ഒരു മണവുമാണ്. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാനുള്ള ബീറ്ററോ ഓവനോ മെഷർമെന്റ് കപ്പോ ടിന്നോ ഒന്നുമില്ലാതെ വീട്ടിലുള്ള ഗ്ലാസും സ്റ്റീൽ പാത്രവും ഇഡ്ഡലി പാത്രവും വെച്ച് ഇങ്ങനെയൊരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.